നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വല്യക്കൻ ഇവിടെ ഇത്രയും വലിയൊരു വീടുള്ളപ്പം ഞങ്ങൾ അങ്ങനെ വാടക വീട്ടിൽ പോയി താമസിക്കുന്നില്ല. അതെ അതെ. അല്ലെങ്കിൽ തന്നെ ഇവളെ പോലെ ഒരു ഭ്രാന്തി ഈ വീട്ടിലുള്ളപ്പം ആമ്പർന്നോൻ ഇവിടുന്ന് മാറി നിന്നാ ശരിയാവത്തില്ല. അതോർത്ത് ചിറ്റപ്പനെ കൊച്ചമ്മ വിഷമിക്കണ്ട, കാവലിരിക്കുകയും വേണ്ട. ദേവിക മോളെ ഞങ്ങളെ പൊന്നു പോലെ നോക്കിക്കോളും. ഓ, അല്ലെങ്കിൽ തന്നെ അച്ഛനിനി എന്ത് ഭയക്കാനാ? ഏറ്റവും അപകടകാരിയായ ഒരു നുഴഞ്ഞുകയറ്റക്കാരനൊപ്പം അല്ലേ ജീവിച്ചോണ്ടിരിക്കുന്നെ? നിങ്ങളത് എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ കുറച്ച് കഴിയുമ്പോ അച്ഛന് മനസ്സിലാവും ആരാണ് യഥാർത്ഥ അപകടകാരിയെന്ന്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ മുറ്റത്ത് വന്ന് നിന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ചില സത്യങ്ങൾ വിളിച്ചു പറയാനുള്ള ആള് വരുമെന്ന്. ഓ, നിങ്ങൾ എന്റെ ഭൂതകാലം അന്വേഷിച്ച് നടക്കല്ലേ? എന്നാലേ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ചില കാര്യങ്ങൾ, അതിനുള്ള തെളിവുകൾ എല്ലാം ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുതരും. അത് കഴിഞ്ഞ് സംസാരിക്കാം ബാക്കി. എന്നാ പിന്നെ ആ തെളിവൂടെ ശരത് പോൻ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞങ്ങളെല്ലാരും ഒന്ന് കാണട്ടെ, എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ട് അതിനകത്തൊരു വ്യക്തത വരുമല്ലോ. അതിനുള്ള സമയം ആയിട്ടില്ല. സമയമാവുമ്പോ എല്ലാ തെളിവുകളും മുന്നിൽ കൊണ്ടുവന്ന് നിരത്തി വെക്കുക വച്ചാ. ആദ്യം ഞാനൊന്ന് ശബരിമലയ്ക്ക് പോയിട്ട് വരട്ടെ, പിന്നെ അച്ചച്ചന്റെ ജ്യോതിഷാലയം തുടങ്ങും. അത് കഴിഞ്ഞിട്ടാണ് മേളപ്പെരുക്കവും കൊട്ടിക്കലാശവും ഒക്കെ. അങ്ങോട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങോട്ട് പോവാ. ഇതാണ് വിശാൽ സാറേ ഞാൻ പറഞ്ഞ ആൾ, റസിയ. വിശ്വസിക്കാവോ വക്കീലേ? പിന്നെ എത്ര കാലമായിട്ട് എനിക്കറിയാം. അത്യാവശ്യം കോടതിയിലെ കള്ളസാക്ഷിയൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു സത്യസന്ധയാ. ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. ഞാനിപ്പോ ചാനലുകാരുടെ അന്ത്യചർച്ചയിലൊക്കെ വരാറുണ്ട് സർ, ഈ സ്ത്രീ സമത്വത്തെക്കുറിച്ചും പുരുഷ പീഡനത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കാൻ. ആ ബെസ്റ്റ്. എന്നാ പിന്നെ ചേച്ചി അങ്ങോട്ടൊന്ന് മാറി നിൽക്കും, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ഏണിയാവോ വക്കീലേ ഇത്? കണ്ടിട്ട് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാ. 50 ലക്ഷമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റുമോ? പറ്റും സാറേ. കുഴൽപ്പണം, ഹവാല, ഇതൊന്നും റസിയയ്ക്ക് പുത്തരിയല്ല. നല്ല ഒന്നാം തരം കാരിയറാ. പ്രശ്നക്കാരും ബിസിനസ്സുകാരെയും ഒക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണ് ഒരു സൈഡ് ബിസിനസ്. നാവിനിത്തിരി നീളം കൂടുതലാണെന്ന് ഒഴിച്ചാൽ. അതാ വക്കീലെ പ്രശ്നം. വക്കീലിന് ഉറപ്പുള്ള സ്ഥിതിക്ക് കാര്യങ്ങൾ നടക്കട്ടെ. വക്കീൽ ഇവർക്കൊപ്പം പോകണം. ബാങ്ക് മാനേജർ നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് ചെക്ക് മാറുന്നതിന് മുമ്പ് സിദ്ധാർത്ഥൻ വക്കീലിന് കൺഫർമേഷൻ മെയിൽ പോകില്ല. എങ്കിൽ പിന്നെ പ്രശ്നമില്ല. അല്ല, എന്നങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ. സിദ്ധാർത്ഥൻ നല്ല മൂളയുള്ള വക്കീലാ. എന്ന് വെച്ചാൽ ഞാൻ വക്കീല് മണ്ടനാണെന്നല്ല, പക്ഷേ മൂർഖൻ പാമ്പിനോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം. മനസ്സിലായോ? പിന്നെ മാസ്ക് ഇട്ട് വേണം റസിയ ബാങ്കിൽ പോകാൻ. ചെക്ക് മാറേണ്ടത് ബാംഗ്ലൂർ JP നഗർ ബ്രാഞ്ചിൽ നിന്നാണ്. സീതാലക്ഷ്മി എന്ന പേരിൽ. ആ പേരിലുള്ള ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ ആ പേരിൽ മാറുന്നത്? ഞാനൊരു കളിക്കിറങ്ങുന്നത് ഒരുപാട് ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചോണ്ടാ വക്കീലേ. Fasten your seat belt.
വിശാലിന്റെ പോർവിമാനം അക്ഷരം വീടിന്റെ നെഞ്ചകത്തേക്ക് പറന്നിറങ്ങാൻ പോവാ. എന്തായി? എന്ത്? അല്ല, തീയതി കിട്ടിയോ? എന്തിന്റെ? നിന്റെ മരണത്തിന്റെയോ? അയ്യോ, അതിന് സമയവും തീയതിയും കുറിക്കുന്നത് ചിത്രഗുപ്തനല്ല, ഈ ഞാന്. ഓ, പക്ഷേ നിനക്കുള്ള കയറ് പിരിക്കുന്നത് ഞാനായിരിക്കും. ഒരുപാട് പേര് അതിന് മീശ പിരിച്ചിട്ട് നടന്നില്ല. പിന്നല്ലടി വെറും പെണ്ണായ നീ. അത് നിന്റെ തോന്നലല്ലേ ശരത് മോനെ. ഏറ്റവും കൂടുതൽ അസുര നിഗ്രഹം നടത്തിയിട്ടുള്ളത് ദേവീഭാവമാ. അതുപോലെ നിന്നെ തീർക്കുന്നത് ഇവിടെ ദേവികയായിരിക്കും. 21ാം നൂറ്റാണ്ടിലെ ദാരുക നിഗ്രഹം. ഓ, നിന്റെ നിരഞ്ജൻ ഡോക്ടർ അടുത്ത ദിവസം ശബരിമല കയറുമെന്ന് കേട്ടു. നിരഞ്ജൻ ഡോക്ടർ മാത്രല്ല, നിന്റെ അമ്മായി അച്ഛനും കൂടെ പോകുന്നുണ്ട്. അതിന് നിന്റെ അച്ഛൻ മരിച്ചു പോയില്ലടി ദേവികെ. പിന്നെ എന്റെ ഡെമ്മി അമ്മയപ്പന്റെ കാര്യമാണെങ്കിൽ മനോഹരം മാലയിട്ട കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഡമ്മിയുടെയും ഡ്യൂപ്ലിക്കേറ്റിന്റെ കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ഒറിജിനൽ അമ്മായച്ഛന്റെ കാര്യമാണ് പറഞ്ഞത്. എന്ന് വെച്ചാ പൊന്നുമണിയുടെ അച്ഛന്റെ കാര്യം. ഇപ്പൊ മനസ്സിലായോ? ഓ, സാമ്പ്രാണിക്കൊടി ശങ്കരൻ. ആ അപ്പുപ്പന്താടിക്ക് എന്താ ശബരിമല കാര്യം? അത് വനത്തിന്ന് ചിലപ്പോ നിനക്കുള്ള വിറകൊടിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. നീ പോകുന്നുണ്ടോ നിരഞ്ജൻ ഡോക്ടറെ കെട്ടുനിറക്കി? ഉണ്ടെങ്കിൽ അല്ല, നീ എന്തിനാ യാതൊരു നാണമില്ലാതെ ഇതൊക്കെ തിരക്കാൻ വരുന്നേ? എന്റെ ദേവിക കുട്ടിയുടെ കാര്യത്തില് എനിക്കൊരു ഉത്തരവാദിത്വമില്ലേ? കൊള്ളസ്വാമി ആണെങ്കിലും അയ്യപ്പ മുദ്രയുള്ള ഒരു മാല നിന്റെ കഴുത്തിൽ കിടക്കുന്നോണ്ട് നിന്നെ ഞാൻ തല്ലുന്നില്ല. ഞാനും അടുത്ത ദിവസം തന്നെയാ മലയ്ക്ക് പോകുന്നത്. അയ്യോ, അപ്പോ ശബരിമലയിൽ പല ഭാഷകളിൽ അനൗൺസ്മെന്റ് നടക്കുമല്ലോ. എന്ത്? കുറുവ സംഘത്തലവൻ ഇറങ്ങിയിട്ടുണ്ടെന്ന്. നമുക്ക് നോക്കാം എന്ത് അനൗൺസ്മെന്റാ സന്നിധാനത്ത് മുഴങ്ങുന്നതെന്ന്. വേണമെങ്കിലേ ഞാനൊരു സാമ്പിള് പറയാം. മല കയറവേ സാമ്പ്രാണിക്കൊടിയിൽ നിന്നെത്തിയ ഒരു വൃദ്ധൻ കുഴഞ്ഞു വീണു മരിച്ചു. എങ്ങനെയുണ്ട്? നീ പോടാ. അയ്യപ്പ സന്നിധിയിൽ എത്തുന്നവരെ കാത്തു സൂക്ഷിക്കാൻ ഭഗവാൻ അറിയാം. നിന്റെ കാര്യത്തിലേ എനിക്ക് സംശയമുള്ളൂ. പള്ളിക്കെട്ടും തലയിൽ വെച്ച് പോകുന്നവൻ പോയ പോലെ തിരിച്ചു വരുമോന്ന് നോക്കാം. അയ്യപ്പ സ്വാമി ഒരാളുടെ പ്രാർത്ഥന മാത്രമല്ലല്ലോടി കേൾക്കുന്നത്. ആ പിന്നെ തീയതി നിനക്ക് കിട്ടിയോന്ന് ഞാൻ ചോദിച്ചതേ. ഞാൻ ഏറ്റുവാങ്ങിയ മൃതശരീരത്തിന്റെ തീയതി കിട്ടിയോന്ന്.